നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് عند مرض موته لم يفتن في قبره وأمن من لغطته. ആരെങ്കിലും മരിക്കാൻ സമയമാകുമ്പോൾ, ആരെങ്കിലും മരണവേളയോടടുത്ത് കിടക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് മരിച്ചാൽ ഖബറിൻ്റെ ഫിത്നകളിൽ നിന്നും അതിൻ്റെ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹുവിനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശുപത്രിയിലേക്ക് പനിയാന്നും പറഞ്ഞ് പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. ഗ്യാസ് കയറി ആശുപത്രി പോലെയോ, ഗ്യാസ് കയറിയോ, ഇഖ്ലാസ് ഓതിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് അറ്റാക്കെന്ന് അടിച്ചു പോയാലും പ്രശ്നമില്ല. ആംബുലൻസിൽ കൊണ്ടുപോവുക, അടുത്തിരിക്കുന്നവർ വേണം ഇഖ്ലാസ് ഓത്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഓത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോടി എടി. അത് ഞാൻ ഉസ്താദിൻ്റെ വാതിൽ കേട്ട് മരിക്കാൻ പോകുന്നവരാ തോന്നുന്നത്, നീ എന്നെ മരിപ്പിക്കാൻ ഒരുങ്ങുവന്നോ? ഓതുകാക്ക മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോയിക്കൂടെ? ഇഖ്ലാസ് ഓതിക്ക്. ആശുപത്രി പോകുമ്പോൾ ഇഖ്ലാസ് ഓതിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബർ വേദനിപ്പിക്കൂല. ഇഖ്ലാസ് ഓതി മരിച്ചാൽ അള്ളാഹ് ഓതി മരിക്കാൻ ഭാഗ്യം തരട്ടെ. വലിയ തൗഫീഖാണ് സൂറത്തുൽ ഇഖ്ലാസ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി നമസ്കരിച്ചവരെ, ഓതിക്കിടന്നവരെ പോലെയാണ്. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും രാത്രി ഓതിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റൂലേ? എങ്ങനെ ഞാൻ ഓതും പ്രവാചകരെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടന്നാൽ ഖുർആൻ മുഴുവതും ഓതിയവരെ പോലെയാണ്. അപ്പം എല്ലാ ദിവസവും ഖുർആൻ ഖത്തം തീർത്തിട്ട് കിടക്കാൻ പറ്റും. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടക്കണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ തൗഫീക്ക് കിട്ടിയാൽ അവർ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കണം. അസുഖം പിടിച്ചവരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഓതിക്കണം. ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം ഓതണം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം വലുതാണ്. അത് ഒരു 2 മണിക്കൂറത്തെ പ്രസംഗമാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഖുർആൻ്റെ മൊത്തം ഒരു പരിചയം ഞാൻ നടത്തിയിട്ട് പോവാം. എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ. എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുർആനിൽ. അസുഖമുണ്ടോ? അസുഖം മാറാൻ അല്ലാഹു തആല 600 ആൻറ്റിബയോട്ടിക് പറയുന്നുണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس يخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وإذا مرضت فهو يشفين أعجمي وعربي قل هو للذين آمنوا هدى وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور. ഒരായത്തിന് 100 ഡിഗ്രി 600 ഡിഗ്രി ഓതിക്കോ. 6 ആയത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഷിഫാൻ്റെ ആയത്താണ്. ഷിഫ. നമ്മൾ ആദ്യമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. പെട്ടെന്ന് അസുഖം വരുമ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. കൊണ്ടുപോകുന്ന വഴിയിൽ നീ ആദ്യമായിട്ട് ആ രോഗിയുടെ മേൽ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഓതിക്കൊടുക്കണം. നീ ഓതിക്കൊടുക്കണം. ഫാത്തിഹയുടെ ബർക്കത്തുണ്ടാവും. ആയത്ത് കുർസി ഓതിക്കൊടുത്തോണ്ടിരിക്കണം. ലൗ അൻസൽന ഓതിക്കൊടുക്കണം. എന്തോ ഒരു പാറുകാലി, എന്തോ ഒരു പഴുതാര അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് തുപ്പൽ മെല്ലെ പുരട്ടി കൊടുത്തു. ശിഫയായി. സംഭവം ശിഫയായി. അതാണ് അതിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഖുർആൻ ശിഫയാണ്. ഖുർആൻ പറഞ്ഞ വാക്കാ, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട്, രോഗശമനമുണ്ട്. രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്. രോഗശമനമുണ്ട്.
സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട്, 14-ാമത്തെ ആയത്ത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ക്യാൻസർ രോഗികൾ അധികമായി അത് ഓതിക്കൊണ്ടിരിക്കണേ. എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് മാറ്റിക്കൊടുത്തു. ക്യാൻസർ രോഗികളുള്ളതാണ് സൂറത്തുൽ മുൽക്ക്, അതിനകത്തുള്ള 14-ാമത്തെ ആയത്താണ്. അല്ലാഹ് മാറ്റിത്തരും. കണ്ണേറുണ്ടോ, കമ്പേറുണ്ടോ, സിഹർ മാരണം ബാധിച്ചിട്ടുണ്ടോ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് 33 പ്രാവശ്യം വീതം ഓതി ശരീരത്തിൽ തടവണേ എല്ലാ സമയവും. ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും 3 പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതണം. എങ്ങനെ ഓതണ്ടേ? ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, രണ്ടാമത് ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, മൂന്നാമത് ഖുൽ അഊദു റബ്ബിൻ നാസ്. വീണ്ടും ആദ്യം ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. മൂന്നാമതും ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. സുബഹിക്കും മഗ്രിബിനും. ഏവം കൂടോത്രം ചെയ്താൽ ഏക്കൂല, തിരിച്ചങ്ങോട്ടടിക്കും. ചെയ്ത് നോക്ക്. നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാണ്. അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന് കറങ്ങാണ് സംഭവം. പലരും നോക്കുന്നുണ്ട്. നടക്കൂല, കയറൂല, സംഭവം കയറൂല. സുബഹി നിസ്കരിക്കണം. സുബഹി 5:45, 8:15, 8:15 സുബഹി നിസ്കരിച്ച് ഇത് ഓതിയാൽ തിരിച്ചിങ്ങോട്ട് തന്നെ അടിക്കും സംഭവം. 5:45 സുബഹി നിസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. അങ്ങനെ ഓതി ശരീരത്തിൽ ഓത്. ഒരു സിഹറും ബാധിക്കില്ല ഹബീബേ. നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത്. ഏറ്റവും വലിയ മരുന്നായിരുന്നത്. 8 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ് രണ്ടും കൂടെ 11 ആയത്തുകളാണ്. 11 കെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബിതങ്ങളെ വേദനിപ്പിച്ചതാണ്. അങ്ങനെ കിടന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ വേദനിക്കുന്നുണ്ടല്ലേ? ഒരുത്തൻ ചെയ്തത് അവൻ്റെ പേര് പറയണം. എനിക്ക് പേരൊന്നും അറിയണ്ട ജിബ്രീൽ, ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അള്ളാഹു ഒരു 11 ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 11 ആയത്ത് ഓതുമ്പോൾ ആ 11 കെട്ടുപൊട്ടും. അങ്ങനെയാണ് ഈ 11 കെട്ടും പൊട്ടി നബീന റസൂൽ തങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓതിയാൽ മതി. ധൈര്യമായിട്ട് ഓതിക്കോ, മക്കൾക്കൊക്കെ ഓതിക്കോട്. അമ്മക്ക് ഈമാനില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കബൂലാവാത്തത്. കട ഉണ്ടോ? കടമാറാ സൂറത്തുണ്ടല്ലോ, കടം മാറും. എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞിട്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ പറയണേ, മുടങ്ങരുത്. സൂറത്തുൽ വാഖിയ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ച് കിടക്കുകയാ മരണശയ്യയിൽ. അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് അമീറായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. 8 പെൺമക്കളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ല അബ്ദുല്ലാ, നിനക്ക് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ ഞാനിതാ ഓഫർ ചെയ്തിട്ടുണ്ട്. ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട്. കാരണം നീ സുഖമില്ലടക്കാണ്. മാത്രമല്ല നിൻ്റെ മക്കൾ 8 മക്കൾ പെൺമക്കളാണ്. ജീവിക്കാനൊരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ കിടക്കയിൽ കിടന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വേണ്ട. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല യൗമിൻ ലം യദുർറുഹു ഫഖ്റുൻ വഫാഖാ കമാ ഖാല അലൈഹിസ്സലാം. എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമുണ്ട്. ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ 8 പെൺമക്കളോടും ഞാനത് ഓതാൻ പറയുന്നു. ഇന്നും എൻ്റെ മക്കളത് ഓതും. അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. ഓ, നമ്മളാണെന്നെങ്കിൽ പോരട്ടെ 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 പോരട്ടെ
എൻ്റെ പെമ്മക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും. അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ, സുഖമില്ലാത്തവനുമാണ്. അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ, സുഖവുമില്ല. പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ തല ഇങ്ങനെയാണ്, കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും ആ സമയത്ത്. കാസർഗോട്ടുകാർ പറയും, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ICUവിൽ കിടക്കുമ്പം അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അതൊരു സ്പെഷ്യലാണ്, പത്തലും പോത്തുകറിയും, പോത്ത് പുരട്ടിയതും പത്തലും എന്നാ പറയുക. അത് കൊണ്ട് അവനെ ഒന്ന് മണപ്പിച്ചാൽ മതി, അപ്പോഴേ ചാടി എഴുന്നേക്കും അവൻ. അത്രയ്ക്കും ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ. എത്ര രോഗിയായാലും സുഖമില്ലാതെ നടന്നാലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടോറും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബിൻ മസ്ഊദ് അള്ളാഹു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടൂല എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിയ വീട്ടിൽ പാരായണം ചെയ്യണേ. എല്ലാവരും ഓതോ? ഇത് ഓതുന്നവരത് കൈവയ്ക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒരു 50% അല്ലേ, ഒരു 60% ഓതുന്നവരാണ്. നിങ്ങൾക്ക് കടമൊന്നുമില്ലല്ലോ അല്ലേ? നീ സൂറത്തുൽ വാഖിയ ഓതിയിട്ട് ലോൺ എടുക്കാൻ പോയിട്ട് കടം തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്. വാഖിയ ഓതിക്കൊണ്ടിരിക്കും. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വാഖിയ ഓതി ലോൺ ഇടയാളിയ ഒരു 50 ലക്ഷം അവിടെ എടുത്ത് പറ്റാം. 2 പ്രാവശ്യം ഓതാം, രാവിലെ ഓതാം, വൈകിട്ട് ഓതാം, പെട്ടെന്ന് നടച്ചു തീർക്കട്ടെ. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സൂറത്തുൽ വാഖിയ ഓതിക്കോ, കടം വരില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മളങ്ങനെ വിശ്വസിച്ച് ഓതി നോക്ക്. മക്കളെ കൊണ്ട് വൈകിട്ട് ഓതിക്കണം എല്ലാ ദിവസവും. നരകത്തിൽ പോകാതിരിക്കാൻ ഒരു സൂറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു, സൂറത്തു ദുഖാൻ. എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ. ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഖാൻ ഓതിയാൽ ലാ യദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കൂല, നരകത്തിൽ പോവില്ല. എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച സൂറത്ത് ദുഖാൻ ഓതണം, നരകത്തിൽ പോവില്ല ഇൻഷാ അല്ലാഹ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയാണ്, ഒരു സൂറത്താണ്, സൂറത്തുൽ മുൽക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയതൻ മൻ ഖറഅഹാ ഇൻദ നൗമിഹി കതബല്ലാഹു ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിആ വറുഫിഅ ലഹു 30 ദറജാ വബഅസ അല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക ലിയഹ്ഫിളഹു മിൻ കുല്ലി സൂഇൻ ഹത്താ യസ്തൈഖിള വഹിയ മുജാദില ഐ തുജാദിലു സാഹിബഹാ ഫിൽ ഖബ്രി കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തു ഫീ ഇന്നി വജദ്തു ഫീ കിതാബില്ലാഹ്, അങ്ങനെയുണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ. മൻ ഖറഅഹ ഇൻദ നൗമിഹി, ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ, പാരായണം ചെയ്താൽ, ഉറങ്ങുന്ന സമയത്ത് മഗ്രിബ് കഴിഞ്ഞ മുതൽ ഓതാം, മഗ്രിബ് കഴിഞ്ഞിടം മുതൽ ഓതാം. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ അല്ലാഹു തആല 30 നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തും. 30 തിന്മകൾ അല്ലാഹ് ഡിലീറ്റ് ആക്കും. 30 പദവികൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തും. തീർന്നില്ല. വബഅസ അല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു തആല അവൻ്റെ വീട്ടിലേക്ക്, ബെഡ്റൂമിലേക്ക് അയക്കും. ലിയഹ്ഫിളഹു മിൻ കുല്ലി സൂഇൻ ഹത്താ യസ്തൈഖിള, നേരം വെളുക്കുന്നത് വരെ ഒരാപത്ത് വരാതെ, ഇടങ്ങേറ് വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലക്ക് അവന് ആ വീട്ടിൽ കാവൽ നിൽക്കും. തീർന്നില്ല. ഇവൻ്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഈ ഖബറിൽ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാദപ്രതിവാദം നടത്തി ഈ മയ്യത്തിനെ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്താണ്. അത് ഓതുന്നവർ എല്ലാ ദിവസവും കൈവക്ക്, വാക്കിയേക്കാളും കുറവാണ്.
ബാക്കിയേക്കാൾ കുറേ. ഫുലൂസിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും ഓതുന്നുണ്ട്. ഫുലൂസിൻ്റെ വിഷയത്തിൽ കടമുണ്ടാവാതിരിക്കാൻ എല്ലാവരും കൈവക്കി. പക്ഷെ ഖബറിൻ്റെ വിഷയം വന്നപ്പോൾ എന്താ പൊക്കാൻ പേടിയില്ലേ? ഖബറിനെ കുറിച്ച് പേടിയില്ലേ? ഖബറിനകത്ത് പോകണ്ടേ? അവിടെ രക്ഷപ്പെടണ്ടേ? ഇന്ന് മുതൽ ഓതണം കേട്ടോ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ പറ. ഇന്ന് മുതൽ ഓതണം. ഖബറിനകത്ത് ആരുമില്ല, വാപ്പായില്ല, ഉമ്മയില്ല, ആരും വരില്ല. ഒറ്റയ്ക്ക് പോകണം അല്ലേ? ഇല്ല ഉസ്താദേ? ആരെങ്കിലും വരുമോ? ഒരു മനുഷ്യൻ വരുമോ? പ്രസിഡന്റ് ഭാര്യ കൂടെ വരുമോ? സെക്രട്ടറി എഴുന്നേറ്റ് പോയോ? ആരും വരില്ല. സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട്. ഇത്ത കൂടെ വരൂലല്ലോ നിങ്ങൾ മരിച്ചാൽ? ഇല്ല, ആരും വരില്ല. ഒരു മനുഷ്യനും കൂടെ വരില്ല, ആരും കാണില്ല. അപ്പം എന്താവും? നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആനാണ്. അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് വരും അവിടെ. സൂറത്തുൽ മുൽക്ക് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഖബറിനകത്തൊരു സഹായം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടന്നോളി. കാണാതെ പഠിക്കും, മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും. എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇശാഇന് മുമ്പായിട്ട് ഓതുന്ന 4 സൂറത്ത്: 1 സൂറത്ത് യാസീൻ, 2 സൂറത്തുൽ മുൽക്ക്, 3 സൂറത്തു സജദ, 4 സൂറത്തുൽ വാഖിഅ. ഓതി തീർക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നാളെ 14 രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് സൂറത്തുൽ ഖമർ പാരായണം ചെയ്യട്ടെ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും കേട്ടോ, ഒന്നുകിൽ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ ഗിബ്ബൻ ലൈലത്തൻ വലൈല. ഗിബ്ബൻ ഒന്നിടവിട്ട്, ഇന്ന് അല്ലെങ്കിൽ നാളെ ഓതണ്ട, മറ്റന്നാളെ. അങ്ങനെ ഒന്നരാടം സൂറത്തുൽ ഖമർ ഓതിയാൽ ഇഖ്തറബത്തിസ്സാഅതു വൻഷഖൽ ഖമർ. സൂറത്തുൽ ഖമർ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഓതണേ, ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് നിങ്ങൾ ഓതിയാൽ ലഖിയല്ലാഹ തആല വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. നാളെ അല്ലാഹുവിനെ 14 രാവിലെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ ഇവന്റെ മുഖം പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഓതിക്കോണം എല്ലാ ദിവസവും. സൂറത്തുൽ ഖമർ എല്ലാ ദിവസവും ഓതിക്കോ. കല്യാണം നടക്കുന്നില്ലെങ്കിൽ സൂറത്തുർ റഹ്മാൻ ദിവസം ഓത്. കണ്ട, ഖുർആനിലേക്ക് എവിടെ എന്തിനാ മരുന്നില്ലാത്ത? എല്ലാത്തിലുണ്ട്. കല്യാണം നടക്കുന്നില്ല എങ്കിൽ സൂറത്തുർ റഹ്മാൻ ഓത്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓത്. സൂറത്തുർ റഹ്മാനിൻ്റെ പേര് അറൂസ എന്നാണ്. പുതുമണവാളൻ, പുതുമണവാട്ടി എന്നാണ് അതിൻ്റെ പേര്. സൂറത്തുർ റഹ്മാൻ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഊറികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വർഗം, അപ്പം നമ്മളിപ്പോൾ അതിന് വിശദീകരിക്കാൻ പറ്റില്ല, കാരണം ലൈവ് ഇരിക്കുന്നുണ്ടേ. അത് ഉടനെ എടുത്ത് അവന്മാർ അമ്മക്ക് പൊങ്കാലിടാൻ നിൽക്കും. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ കാക്കാന്മാരാ കൂടുതൽ ഇട്ടിളക്കുന്നത്. അവനൊക്കെ എന്ത് ഖുർആൻ വിശ്വാസം, അവനൊക്കെ മാർക്കം ചെയ്തിട്ട് വല്ല കായികമുണ്ട്. ചെയ്യാതിരിക്കലായിരുന്നു ഏറ്റവും നല്ലത്. ഇവൻ തന്നെയാണ് ഇളക്കുന്നത്, ഇവന്മാർ തന്നെയാണല്ലോ ഇത് കണ്ടിട്ട്. അയാൾക്ക് വേറെ ജോലിയില്ല, വിവരമില്ലാതെ സംസാരിക്കും. വിവരമില്ലാതെ എന്നാൽ പോയി സംസാരിക്കും. വിവരമില്ലെങ്കിൽ എന്നെ ഇവർ വിളിക്കും. വിവരമില്ലാത്ത ഒരാളിനെ വാദം പറയാൻ വിളിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ പൊട്ടന്മാരാ വാദൻ്റെ സംഘാടകന്മാർ. എന്തൊക്കെ കമൻറ്റുകളാണ് ഈ സാമാനത്തിനകത്തൂടെ പറയുന്നത്. ഇതൊക്കെ വെക്കല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അതുമില്ല. ചീത്ത വിളി കേൾക്കുന്ന മൊത്തം. എന്നിട്ട് ഇവന്മാർ കറക്റ്റ് അത് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് പറ്റുന്ന അവന്മാർക്ക് പറ്റാത്ത സാധനം നോക്കി കട്ട് ചെയ്ത് മാർക്കം ചെയ്തിട്ട് അങ്ങോട്ട് ഇടും. കറക്റ്റ് അത് എടുത്ത് ഇങ്ങനെ കറങ്ങും ലോകം മൊത്തം. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക. പണ്ട് ഞാൻ അറിയപ്പെട്ട ആളായി, സെലിബ്രിറ്റി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ്. എവിടെയോ ഒരു മൂല കോണിൽ കിടന്ന ഞാനിപ്പോൾ വലിയ അറിയപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരാ, നല്ല കട്ട് ചെയ്തിട മോനെ, ഇട്ട് കൊറ പോട്ടെ, ഇങ്ങനെ പോട്ടെ. അപ്പം അതുകൊണ്ട് ഹൂർലിംഗങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. എന്ത് ചെയ്യാൻ സംഭവം? ഖുർആനിൽ പറഞ്ഞതല്ല, ഞാനിപ്പോൾ ഉണ്ടായിക്കൊണ്ടെന്ന് പറയല്ല. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട്. അല്ല, ഇടിപെട്ട സാധനം അന്ന് പറയണോ? ദായി പറയുന്ന കേട്ടില്ലയോ? ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ദായി അല്ലല്ലോ അനുഭവിക്കാൻ പോകുന്നത്, ഞാനല്ലേ. ഇത് അനുഭവിക്കേണ്ടത് ഞാനല്ലേ, ദായി അല്ല അനുഭവിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അത് സൂറത്തുർ റഹ്മാൻ ഓദിക്കോ കേട്ടോ സഹോദരിമാരെ, സഹോദരങ്ങളെ. സൂറത്തുർ റഹ്മാൻ വലിയ റാഹത്ത്. അതൊക്കെ ഖുർആൻ എന്തിനാപ്പം ഇത്? നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ ഖുർആൻ. അള്ളാഹ് പറഞ്ഞ ആയത്തല്ലേ. നമുക്ക് പിന്നെ ആരൊക്കെ പേടിക്കാനെവിടെ?
അള്ളാഹ് പറഞ്ഞ ആയത്ത് നമുക്ക് ആരെയും പേടിക്കണ്ട, അള്ളാഹു പറഞ്ഞ വാക്കാണ്. അല്ല നമ്മളതിൻ്റെ അർത്ഥം വിൽക്കുന്നു മാത്രമേ ഉള്ളൂ, തർജ്ജമ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഇന്നത്തെ സാഹചര്യം കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി പൊലിപ്പിന് വേണ്ടി ഒന്ന് പറയും, അതേ ഉള്ളൂ. ഈ പാതിരാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഒരിച്ചിരി രസം ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി ഒന്ന് പൊക്കി പറയും, അത്രേ ഉള്ളൂ സംഭവം. ഉടനെ അത് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ആൾ കണ്ടില്ല, അപ്പുറവും കട്ടിയത് ഇപ്പുറവും കട്ടിയത് കറക്റ്റ്, അത് ഭാഗം മാത്രം എടുത്തിട്ട് അങ്ങോട്ട് തട്ടുകയാണ്. ഇതാണ് ഈ സ്വഭാവം. എന്ത് ചെയ്യാനാ? വലിയ അമ്മക്കിതൊന്നും ഒരു പേടിയൊന്നുമില്ല. നീ എന്തെല്ലാം കട്ട് ചെയ്താൽ അതിനപ്പുറത്ത് ഞാൻ പ്രസംഗിക്കും. നീ കട്ട് ചെയ്തുകൊണ്ടിരി ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. ഹൂർലി എന്ന് പറഞ്ഞൊരു പ്രസംഗം പോയി, ഞാൻ വന്ന് പ്രസംഗിച്ചല്ല, അടിപൊളിയായിട്ട് പ്രസംഗിച്ചാൽ ലൈവ് 3 എണ്ണം വെച്ചോ. ഞാൻ എൻ്റെ രൂപം കൂടെ കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം. ദായിയുടെ അധ്യക്ഷതയിൽ നമുക്കൊരു പരിപാടി വെക്കണം. അത് നമുക്ക് വെക്കാതെ ഇൻഷാ അല്ലാഹ്. ഖുർആനിനകത്തുള്ളത് തന്നെ, ഹദീസിലുള്ളത് തന്നെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ഖുർആനല്ലേ, നമ്മുടെ ഖൽബല്ലേ അത്, നമ്മുടെ വഴികാട്ടിയല്ലേ അത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. നമ്മുടെ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. നമ്മൾ പിന്നെ എന്തിനാ പേടിക്കാൻ? ഒരിക്കലും പേടിക്കണ്ട, ധൈര്യമായിട്ട് അതിൽ സന്തോഷിക്കണം. നമുക്ക് ആ ഖുർആൻ കൊണ്ട് നമുക്ക് സന്തോഷിക്കണം. അതിനാണ് അള്ളാഹ് നമുക്ക് അറിയിച്ചു തരുന്നത്. നാളെ സ്വർഗ്ഗലോകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് അള്ളാഹ് നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നെ അതാ എന്താ പറഞ്ഞത്? ഇത്ര വലിയ അരുവികൾ. നിങ്ങളൊക്കെ ഈ കുറ്റാലത്ത് കുളിക്കാൻ പോകുന്നല്ലോ, എന്താ ഇവിടെ വെള്ളമില്ലേ? കുറ്റാലം വെള്ളച്ചാട്ടം, ഭയങ്കരമായ വെള്ളച്ചാട്ടം. എന്താ സെക്രട്ടറി പോയിട്ടുണ്ടോ? കുളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകുമ്പോൾ എന്താ? അതൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗലോകത്തിൽ ഖുർആനിലൂടെ അല്ലാഹു തആല നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അല്ലാഹ് പഠിപ്പിക്കല്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ദവാതാ അഫ്നാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. നല്ല ഒഴുകുന്ന വെള്ളം, അടിപൊളി ഫാൾസ്, കുറച്ചുകൂടെ ശക്തിയുള്ളത്. വഫീഹിമാ ഐനാനി നല്ലാഖതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുറച്ചുകൂടി ഫോഴ്സ് കൂടിയ ഫാൾസ്. ചിലപ്പോൾ ഫോഴ്സ് കുറഞ്ഞ ഫാൾസ് ഉണ്ട്, കൂടിയതുണ്ട്. ഏത് വേണം? കുളിച്ചോളി, ഏത് വേണം? ഇതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരുന്നത് എന്തിനാണ്? നമുക്ക് സുഹൃത്തുക്കളെ, നമ്മളൊരു വെള്ളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന ഇച്ചിരി നല്ല തണുത്ത വെള്ളം, ഒരു നല്ല പച്ചപ്പ്, ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രം, അവിടെ ഒരു ഭാര്യ, അവിടെ ഒരു പെണ്ണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഇതാണ് അള്ളാഹു നമുക്കും ഖുർആനിൽ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് സ്വർഗത്തിൽ തരാമെന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിൽ വിശ്വാസം ഇല്ലാത്തവൻ ഇതെടുത്തിട്ട് അലക്കി അമ്മപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസമുണ്ട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അപ്പോൾ പലരും പറയും, ഉസ്താദേ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്ന്. ഖുർആൻ ഓതുന്നത് നിർത്താൻ പറ്റുമോ? എന്താ ഇപ്പോൾ ഈ കേൾക്കുന്നത്? എൻ്റെ അടുത്ത് പറയുക പലരും, നിങ്ങൾക്ക് പറച്ചിൽ നിർത്തിക്കൂടെ എന്ന്. ഖുർആൻ ഓതുന്നത് നിർത്താൻ പറ്റുമോ ഉസ്താദ്? അങ്ങനെ പറയോ? നിർത്താൻ പറ്റുമോ? എങ്ങനെ നിർത്താൻ പറ്റും? ഖുർആൻ്റെ വാക്കല്ലേ. നമ്മൾ ഇൽമ പറയണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്നാ നിങ്ങൾ പറയാൻ വന്നിട്ട്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരസ്യമായിട്ട് സിനിമയിൽ ചീത്ത വിളിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പരസ്യമായിട്ട് സാഹിത്യകാരന്മാരിരുന്ന് പച്ചയ്ക്ക് പച്ചത്തെറി അവിടെ യൂട്യൂബിൽ അവിടെ ഇരുന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിച്ച് ആർക്കും ഒരു വിഷമവുമില്ല. ദീനിൻ്റെ കാര്യം, ഖുർആൻ്റെ കാര്യം, ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പേടി, എല്ലാവർക്കും വിഷമം. നമ്മൾ പേടിക്കണ്ട, പരിശുദ്ധ ഖുർആനാണ്, ധൈര്യമായിട്ട് പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഹയാത്ത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ബാ ഇൻഷാ അല്ലാഹ്. ഇപ്പം വേണ്ട, എന്തായാലും ദായിക്ക് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്, അത് എൻ്റെ നാവിൽ കൂടെ കേൾക്കണമെന്നാണ് ആഗ്രഹം. അത് നമുക്കൊരു ദിവസം കേട്ടോളാം ഇൻഷാ അല്ലാഹ്, പിന്നീടാവട്ടെ റാഹത്തായിട്ട്. അപ്പോൾ ഞാൻ ഖുർആൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ദിവസം തോറും ഓതിയാൽ നമുക്ക് കല്യാണം റാഹത്താവും. കല്യാണം റാഹത്താവാൻ വേണ്ടിയിട്ട് നിയത്തിൽ ഓതണ്ട, അങ്ങനെ വല്ല മുടക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓതിക്കോളീൻ, അത് റാഹത്താവും. ജന്നത്തുൽ ഫിർദൗസിലേക്ക് ക്ഷണിക്കപ്പെടുന്ന 3 സൂറത്തുണ്ട്. ജന്നത്തുൽ ഫിർദൗസിലേക്കുള്ള ബോർഡിംഗ് പാസ് വേണോ? 3 സൂറത്ത് ദിവസം തോറും നിങ്ങൾ ഓതണം. 3 സൂറത്ത് ജന്നത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് ക്ഷണം കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 1 സൂറത്തുർ റഹ്മാൻ, 2 സൂറത്തുൽ വാഖിഅ, 3 സൂറത്തുൽ ഹദീദ്. ഇത് 3 അടുത്തടുത്ത് കിടക്കാൻ. സൂറത്തുൽ ഖമർ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഹദീദ്.
ഇതെല്ലാം അടുത്തടുത്ത് കിടക്കാണ്. ദിവസം ഇതങ്ങോട്ട് ഓതിക്കോളി, ദിവസം ഓതിക്കോളി. എല്ലാവിധ ഷർറുകളിൽ നിന്ന് സഹായം ലഭിക്കുന്ന സൂറത്താണ് ആയത്ത് കുർസി. ആയത്ത് കുർസി സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ 5 നേര നമസ്കാരത്തിന് ശേഷം, ഫർള് നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അവനൊന്നും മരിച്ചാൽ മതി, അവൻ സ്വർഗത്തിലാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ഓതിക്കോളി. എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കോണം. സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആമന റസൂൽ ഓതിയിട്ട് കിടക്കണേ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം. ഖബർ സിയാറത്തിന് പോകുമ്പോഴും നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ തുടക്കവും അതിൻ്റെ ഒടുക്കവും നിങ്ങൾ ആ ഖബറിൻ്റെ അരികിൽ വെച്ച് ഓതിയിട്ട് ദുആ ചെയ്യണേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അനുയായികൾക്ക് വസിയത്ത് ചെയ്തതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിൻ്റെ അരികിൽ നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ തുടക്കവും അതിൻ്റെ അവസാനവും നിങ്ങൾ ഓതിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓതണം. അതാണ് ആമന റസൂൽ ലാസ്റ്റ്. തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് അത് ആദ്യം ഓതണം. ഇത്ര റാഹത്ത സുഹൃത്തുക്കളെ. ശാരീരികമായ വേദനയുണ്ടോ? വേദനകൾ മാറാൻ സൂറത്തു തഗാബുൻ ഓതണേ ദിവസം തോറും. സൂറത്തു തഗാബുൻ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തു തഗാബുൻ വേദനയ്ക്ക് എല്ലാ ദിവസവും ഓതണം. അത് വസ്വാസ് മാറാൻ സൂറത്തുൽ ഹദീദിൻ്റെ 3 ആയത്ത് നിങ്ങൾ ദിവസം തോറും ഓതണം. വസ്വാസ്, പെണ്ണുങ്ങൾക്ക് വസ്വാസ്, കക്കൂസിക്കാരി ഇറങ്ങൂല. വസ്വാസ് 3-4 ബക്കറ്റ് വെള്ളം തീർന്നാലും ഇറങ്ങൂല. വസ്വാസ് അത്. 1 ബക്കറ്റ് വെള്ളത്തിൽ നബിയും ഭാര്യയും കുളിച്ചു. ഇത് നമ്മുടെ ഉമ്മുമ്മ ബാത്റൂമിൽ പോകണമെങ്കിൽ 3 ബക്കറ്റ് വെള്ളം വേണം. മോട്ടർ ഇട്ടിട്ട് കിണറിലെ വെള്ളവും തീർന്ന് കറണ്ട് ചാർജും കൂട്. ഇതിനെക്കാട്ടിൽ നാളെ കക്കൂസി പോകാതിരിക്കലാണ് നല്ലത്. ബില്ലടയ്ക്കണ്ടേ? ആലോചിച്ച് നോക്കി. ഒന്നാമതേ വെള്ളമില്ല. ചില പെണ്ണുങ്ങൾക്ക് ഒതു എടുത്തിട്ട് ഇങ്ങോട്ട് വരും, പിന്നെയും പോയി അല്ലോ മുറിഞ്ഞോ, ഇവിടെ നനഞ്ഞില്ല, പിന്നെയും പോവും. പിന്നെ എന്ത് അല്ലോ ഇവിടെ നനഞ്ഞോ എന്നൊരു സംശയം, ഒന്നുകൂടെ പോവും. വസ്വാസ്. നിസ്കരിക്കാൻ നേരത്ത് ഒറ്റാടി പിടിച്ചടാ. പിന്നെ ഇത് കൊറോണയുടെ ചുമയാ. ചില ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ അടുത്ത് ഇമാമ് വലല്ലാലീൻ ആമീൻ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഇയാൾ ഒറ്റ പിടി ജിബിരില്ല. എന്ത് വസ്വാസപ്പ ഇത്. ഇങ്ങനെയുള്ള വസ്വാസ് പോകാൻ സൂറത്തുൽ ഹദീദിന്റെ 3 ആയത്ത് ദിവസം ഓതിയോത്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വസ്വാസ് ഓതിക്കോ. പെണ്ണുങ്ങൾക്കാ കൂടുതലും. ദിവസം ഓതിയൂത്. വെള്ളം കളയരുത് കൂടുതൽ ആവശ്യമില്ലാതെ. അള്ളാഹ്ക്ക് ഹിസാബ് പറയണം. അള്ളാഹിൻ്റെ അടുക്കൽ ഹിസാബ് പറയണം. ചില പള്ളികളിലൊക്കെ ഈ കബറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ബക്കറ്റും വെള്ളം കൊടുത്ത് ഒഴിക്കുന്ന കാണാം ചില ആളുകൾ. ഒന്നാമതേ പള്ളിയിൽ ഒതു കൊടുക്കാൻ വെള്ളമില്ല. ഈ വാപ്പ ജീവിച്ചിരുന്നപ്പോൾ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നെങ്കിൽ സമാധാനമുണ്ട്. ഈ മരിച്ചു കഴിഞ്ഞ് കബറിൻ്റെ മുകളിൽ കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? ബക്കറ്റും വെള്ളവും കൂടെ കൊണ്ട് കമത്താണ് കബറിൻ്റെ മുകളിലെ. വാപ്പ ഒന്ന് കുടിച്ചോളി റാഹത്തായിട്ട്. ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റിയില്ല, ഇപ്പോൾ കുടിച്ചോളി. ഒഴിച്ചു കൊടുക്കണം. പള്ളിയുടെ വെള്ളം ഞാൻ എൻ്റെ പള്ളി പറയണ്ടേ, വെള്ളം എടുത്ത് നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹിനെടുക്കൽ ബക്കറ്റും വെള്ളമായിട്ട് പറഞ്ഞാൽ ഹിസാബായത്. ഒതു കൊടുക്കാനുള്ള വെള്ളം, കബറിൻ്റെ മുകളിൽ കൊണ്ടൊഴിക്കാനുള്ള വെള്ളമൊന്നുമല്ല. ജീവിച്ചിരുന്നപ്പോൾ വാപ്പ കുറച്ച് വെള്ളം കൊടുത്തുവിടായിരുന്നോ? ഇപ്പോൾ കൊണ്ടൊഴിക്കുന്നത് എന്തിനാണ്? അപ്പോൾ വസ്വാസുള്ളവർക്ക് ഓതാനുള്ള ഖുർആനാണിത്. ഈ ആയത്ത് ഓതിക്കോളി. സൂറത്തുൽ ഹദീദിലെ 3 ആയത്ത് സ്ഥിരമായിട്ട് ഓതിക്കോളി. സൂറത്തുൻ നംലിൽ ഒരായത്തുണ്ട്. അത് ഓതിയാൽ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രോഗങ്ങൾ, നമ്മളെ അസ്ത്രപ്രജ്ഞരാക്കുന്ന രോഗങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന രോഗങ്ങൾ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ.
എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം വീതം ഇത് ഓതിയാൽ മാരകമായ രോഗങ്ങൾ അവൻ്റെ ശരീരത്തെ ബാധിക്കൂല. എന്താ വേണം? വാഹനത്തിൽ കയറിയാൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. قال رسول الله صلى الله عليه وسلم أمان لأمتي إذا ركبوا أن يقرأوا بسم الله مجرها ومرساها إن ربي لغفور رحيم. എൻ്റെ ഉമ്മത്തികളുടെ പരിപൂർണമായ സംരക്ഷണമാണ്, അവരുടെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ്. അവർ വാഹനത്തിൽ കയറിയിട്ട് സൂറത്തുൽ ഹൂദിലെ ഈ ആയത്ത് അവർ ഓതിക്കൊള്ളട്ടെ. ബിസ്മില്ലാഹി മജ്രിഹാ വ അത് ഓതിയിട്ട് യാത്ര ചെയ്താൽ എൻ്റെ ഉമ്മത്തികൾ സംരക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വണ്ടി കയറുമ്പോഴുള്ള സുരക്ഷ, എല്ലാ ഗവൺമെൻറ് ബെൽറ്റ് ഇട്, തലയിൽ കവചം ധരിക്കും, ഇതൊക്കെ ചെയ്തോളി. പക്ഷെ സുരക്ഷ, വണ്ടിയുടെ സുരക്ഷ, നമ്മുടെ ഏറ്റവും വലിയ ബെൽറ്റ് ഇതാണ്. ഓതണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കണ്ടോ, വണ്ടിയിൽ കയറുമ്പോൾ ദുആ എന്നറിയോ? അല്ലാഹ് ഇതൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ നീ ഒരുക്കി തന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിന്നിലേക്കാണ് ഞാൻ മടങ്ങുന്നതെന്ന്. ഇപ്പോൾ പോകുന്ന വഴിക്കങ്ങാണ് വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതാണ് അല്ലാഹ് എപ്പോഴും ഓർത്തോണം, നിന്നിലേക്കാണ് എൻ്റെ മടക്കം. വണ്ടി കയറുമ്പോൾ ഓതാനുള്ള ദുആ ഇത് നമ്മൾ ഓതണ്ടേ? ഇത് ഓതി നോക്കി, അള്ളാഹ് നമ്മളെ സംരക്ഷിക്കും. ഇതൊക്കെ നബി പഠിപ്പിച്ചെന്നല്ലേ, ഖുർആനാണിതെല്ലാം. ഇതിനപ്പുറത്ത് വേറെന്താ വേണ്ടേ? വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ, ഇന്ന് നിങ്ങൾ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, രണ്ടാമത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മൂന്നാമത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ. വീട്ടിൽ കയറുമ്പോൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഓതിയിട്ട് നിങ്ങൾ വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ ഇടങ്ങേറ് മുസീബത്തുണ്ടാവൂല. ആ വീട്ടിൽ പട്ടിണി എന്ന് പറയുന്നതോ ദാരിദ്ര്യമോ തൊട്ട് തീണ്ടുകയോ ചെയ്യൂല. കയറുന്ന ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഒരു സലാത്ത് നബി തങ്ങളുടെ പേരിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. വീട്ടിൽ കയറുമ്പോൾ എല്ലാ ദിവസവും, ഇന്ന് വാള് കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് മുതൽ ചാലു ആക്കിക്കൊള്ളി. എപ്പോഴും വീടിൻ്റെ ഡോർ രാത്രി അടയ്ക്കുമ്പോൾ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. പറഞ്ഞടച്ചോളി. ഓക്കെ, അല്ലാഹ് ഏറ്റെടുത്ത് പറഞ്ഞടച്ചോളി. ഖുർആനിലും ഹദീസിലും ഇതൊക്കെ നമുക്കൊരു ജീവിതത്തിന്റെ വ്യവസ്ഥ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖമ്മിറുൽ ആനിയ വഔകുൽ അസ്ഖിയ വഅജീഫുൽ അബ്വാബ് വഅക്ഫിതു സിബിയാനകും മിൻദൽ മസാ ഫഇന്ന ലിൽ ജിന്നി ഇന്തിശാറൻ വഖത്ഫാ وَأَطْفِئُ الْمَصَابِيحَ عِنْدَ الرُّقَادِ فَإِنَّ الْفُوَيْسِقَةَ قَدْ اجْتُرَّتْ أَوْ كَمَا قَالَ عَلَيْهِ السَّلَامُ. നബി തങ്ങൾ പഠിപ്പിച്ചുതരാം, കേട്ടോളി. എല്ലാം ഉണ്ട് ഖുർആനിലും ഹദീസിലൊക്കെ. നിങ്ങൾക്ക് ചുമ്മാ വെറുതെ ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ പോരാ. ഖമ്മിറുൽ ആനിയ. നിർത്താറായ ഉസ്താദേ? ആയില്ല, ഇല്ലയോ? നിർത്താറായില്ല. ഉറക്കം വരുന്നോ? ആരും എഴുന്നേറ്റ് പോകുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ഇതെന്താ ഉസ്താദേ? കടിഞ്ചായ ചൂടായിട്ട് ചൂടുവെള്ളം. ഖമ്മിറുൽ ആനിയ. മക്കളെ അല്ല, സഹോദരിമാർ, ഈ പെണ്ണുങ്ങളെ വിഷമിക്കരുത് കേട്ടോ. ഞാൻ ഈ വടക്ക് പ്രസംഗിക്കാൻ പറ്റും. പെണ്ണുങ്ങൾ പറഞ്ഞാൽ വടക്ക് ഭയങ്കര ബഹുമാന സൂചകമായി പറയുന്ന ഒരു വാക്കാണ് പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ നാട്ടുകാർക്ക് പിടിക്കൂല. ചില നാട്ടിൽ എടിയെന്ന് വിളിച്ചാൽ ഭയങ്കര സ്നേഹത്തിൻ്റെ വാക്കാണ് എടി. ചില നാട്ടിൽ എടിയെന്ന് വിളിച്ചാൽ ചീത്തയാണ്, അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ എങ്ങനെ ഉസ്താദ്? എടിയെന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ? അടി കിട്ടൂല്ലയോ? എടിയെന്ന് വിളിച്ചാൽ അടിയാന്ന്. അതോ ഇല്ല എൻ്റെ പടച്ചവനെ,
ചില സ്ഥലത്ത് എടി എടി മോളെ എന്നൊക്കെ വിളിച്ചാൽ അവർക്ക് സന്തോഷമാണത്. ഓരോ സ്ഥലത്ത് അങ്ങനെയല്ലേ. ബിസ്മില്ലാ. നമ്മുടെ വടക്കോട്ട് പോയാലുണ്ട് ഇയാളെന്നാണ് വിളിക്കുന്നത്. നമ്മളെ കയറി എന്നെ പ്രസംഗിക്കാൻ വിളിച്ചോണ്ട് എഴുത്തിട്ട് ഇയാളെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായി. ഒരു ദിവസം പ്രസംഗിക്കുക, ഞാനെനിക്ക് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കാര്യമെല്ലാം കൂടെ എന്നെ വിളിച്ചു വരുത്തിയമാർ എന്തായി പറയുന്നത്. ഇയാളെ ഞങ്ങൾ പല പ്രാവശ്യം ഫോൺ വിളിച്ചു. അങ്ങനെ കിട്ടിയപ്പോൾ അവസാനം അയാൾ തിരിച്ചു വിളിച്ചു. അങ്ങനെ നമുക്ക് എന്തായാലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ ഫദ്ലോടെ അയാൾ നമുക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കും. എൻ്റെ ജത് വിളകി ഞാൻ പിന്നെ മിണ്ടാതിരുന്ന പറയാം. ഉസ്താദ് രഹസ്യമായിട്ട് ഇവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ മഹത്വവൽക്കരിക്കുന്ന വാക്കാണ് ഇയാളെന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ അടി കിട്ടൂല. നിനക്ക് എന്താണ് ഇയാൾക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കില്ലേ. അതാണ് ചിലർക്ക് വലിയ അത്ഭുതമാണ് അവർക്കൊക്കെ. ചില ഓരോ ഭാഷകൾ നമ്മളൊക്കെ ഇങ്ങനെ കറങ്ങി പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് ഓരോന്നും പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ നല്ല ഭാഷ അവിടെ തെറിയായിരിക്കും, അവിടുത്തെ തെറി ഇവിടുത്തെ ഏറ്റവും നല്ല ഭാഷയായിരിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. ആദ്യമായിട്ടൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പം വടക്കോട്ട് പോകുമ്പോൾ പേപ്പറിൽ എഴുതി മടിക്കും. ഇവിടുത്തെ ചീത്ത എല്ലാം എഴുതി തരാൻ പറയും. ഞാൻ ഒരു പേപ്പർ കൊടുത്ത് എഴുതി തരും അവർ. അപ്പോൾ ഇവിടുത്തെ ചീത്ത, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ പാറ്റാടയും പല്ലിയുടെ ഒക്കെ പേരാ സാധനം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെയൊക്കെ ഇവിടുത്തെ പാറ്റാടയ്ക്ക് വല്ലിക്കൊക്കെ പറയുന്ന പേര് അവിടെ വലിയ ചീത്തയാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ പുതിയ SI വന്നാൽ ആദ്യം വിളിക്കും, ഏട്ടനെ വിളിച്ചിട്ട് പറയും ഇവിടുത്തെ കേടികളുടെ എല്ലാം ലിസ്റ്റ് ആദ്യം തരാൻ പറയും. ആദ്യം ഇവിടെ ഈ പരിസരത്ത് ഉള്ളവരുടെയൊക്കെ ആദ്യ ലിസ്റ്റ് അയാൾ വാങ്ങുന്നത് പോലെ നമ്മളുടെ അടുത്ത് പ്രസംഗിക്കാൻ പോയ ഇതൊക്കെ ഉസ്താദ്, ഇതൊക്കെ തെറിയാണ്, ഇതൊക്കെ ഇവിടുത്തെ ചീത്തയാണ്, ഇതൊക്കെ സൂക്ഷിക്കണം എടുക്കണം എന്നൊക്കെ പറയും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് പോട്ടെ, അവിടെ ഇരിക്കട്ടെ, നമുക്കിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ വിളിക്കുമ്പോൾ വിഷമിക്കരുത് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങ് കൂടുതൽ നമുക്ക് വടക്കോട്ടാണെന്നുള്ള ഈ പ്രസംഗം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു പോകുന്നതാണ്. സഹോദരിമാരെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറിയ നാട്ടിൽ. അവിടെ കാസർഗോഡ് ജോലി ഉസ്താദ്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. കണ്ട മുബാറക്ക് നിങ്ങൾക്ക് വല്ല മനസ്സിലായ? പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നാളെ പങ്കെടുക്കണം. സഹോദര നാളെ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. പെണ്ണുങ്ങളെ ചിരി അങ്ങ് തുടങ്ങും. വലിയ പ്രശ്നമാണ് അത്. പങ്കെടുക്കാന്ന് പറഞ്ഞാൽ പോയി പറഞ്ഞേക്കല്ലേ, മഞ്ചേശ്വരത്തുനിന്ന് പോയി പങ്കെടുക്കാമെന്ന് പ്രസംഗിച്ചേക്കല്ലേ. അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പറയുന്നത് ഉസ്താദിൻ്റെ ചോദിച്ചാൽ ഞാൻ രസമായിട്ട് പറഞ്ഞുതരാം, അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് കേട്ടോ. അത് നമ്മൾ പോട്ടെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ സഹോദരിമാരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ. ഞങ്ങളുടെ ഉദ്ദേശത്തിൽ പറയല്ല. ഹമ്മിറുൽ ആനിയ, നിങ്ങളോടുള്ള ഒരു ഉപദേശമാണ്. നബി തങ്ങൾ പറയാണ് ഹമ്മിറുൽ ആനിയ, പാത്രങ്ങളൊക്കെ മൂടി വെക്കണം എപ്പോഴും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. പാത്രങ്ങൾ എപ്പോഴും രാത്രിയായാലും പകലായാലും പാത്രം മൂടി വെക്കണം. മൂടിയില്ലേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പോലെ ഒരു കമ്പെടുത്ത് ഇങ്ങനെ മൂടി വെക്കണം. വെള്ളം എപ്പോഴൊക്കെ പൈപ്പിൻ്റെ ടാപ്പ് പൂട്ടി വെച്ചിടണം. രാത്രിയൊക്കെ മോട്ടർ ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങും, കറണ്ട് പോവും. മോട്ടർ ഇടും, കറണ്ട് പോവും, പിന്നെ കിടന്നുറങ്ങും. രാത്രി പൂക്കുറ്റി ഉറക്കം, പിന്നെ കറണ്ട് വരുന്നു, വെറുതെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നല്ല മഴ വേനലുമായിട്ട് മാഷാ അല്ലാഹ് സവിയ ഇന്നലെ ഞാൻ ദുആ ചെയ്ത് മഴ പെയ്യണേ, അൽഹംദുലില്ലാഹ് നല്ല മഴ. അൽഹംദുലില്ലാഹ്. സുബഹി കഴിഞ്ഞ് നോക്കുമ്പോൾ മോട്ടറും കത്തിപ്പോയി, കിണറ്റിൽ വെള്ളവും ഇല്ല. രാവിലെ ഓടി വന്നിരിക്കുക, നല്ല മഴയായിരുന്നു, കുടിക്കാൻ വെള്ളമില്ല. എന്താ കൂടുതലും വെള്ളം വാങ്ങിക്കൊണ്ട് വയ്ക്കുക. അതെന്താ ഇന്നലെ മോട്ടറിട്ട് കറണ്ട് പോയി, ഞാൻ അറിഞ്ഞില്ല, കിടന്നുറങ്ങി. നല്ല മഴയായിരുന്നു. രാത്രി 12 മണി കറണ്ട് വന്നു, വെള്ളം മൊത്തവും പോയി തീർന്നു. അതുകൊണ്ട് വൗക്കുല്ലസ്കിയ, എപ്പോഴായാലും രാത്രി നിങ്ങൾ ടാപ്പ് പൂട്ടിയിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ച നമുക്കറിയില്ല. ഇതൊക്കെ അതാ റസൂൽ പറഞ്ഞാലോ. വഅജീഫുൽ അബ്വാബ്, വാതിൽ എപ്പോഴും നിങ്ങൾ അടച്ചിടണം കേട്ടോ. ഡോർ ക്ലോസ്ഡ്, എപ്പോഴും അടച്ചിട്ടേക്കണം വാതിൽ. ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്കണം എപ്പോഴും. ഇവിടെ സഹോദരിമാർ നമ്മുടെയൊക്കെ വീടുകളൊക്കെ ചുമ്മാ അങ്ങ് തുറന്നു പോലെ. ഇപ്പം അറിയാമല്ലോ, ഈ വെള്ളം താന്നും പറഞ്ഞ് ചോദിച്ച് പുറത്തുനിന്ന് ആൾക്കാർ വരും. നമ്മുടെ വീട്ടിൽ ചില ആണുങ്ങളെല്ലാം കാണുമല്ലോ, എല്ലാവരും രാവിലെ പോകും. ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ അകത്തേക്ക് പോകും, പിന്നാലെ കൂടെ അവന്മാരും കയറും. എത്ര സംഭവങ്ങൾ അടുത്ത സമയത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് വജീഫുൽ അബ്വാബ്, എപ്പോഴും ഡോർ അടച്ചിടണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളെ അപേക്ഷിച്ചിടത്തോളം വേറൊരു സ്വഭാവമുണ്ട്. ഈ തള്ളയും കുഞ്ഞും മാത്രമുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ട് ഈ പെണ്ണുങ്ങളെ പാല് കൊടുക്കുമല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഈ സിബ് ഊരിയിട്ട് പാല് കൊടുക്കും, സിബിടാൻ മറന്നു പോകും. ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോഴായിരിക്കും പാല് കൊടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ കോളിംഗ് ബെൽ ടിങ് ടിങ് ഓടി അതേപോലെ വരും സംഭവം പുറത്തേക്ക്. അങ്ങനെയാണ് ചില പെണ്ണുങ്ങൾ, അറിയില്ല, മറന്നു പോകുന്നതാണ് സ്വാഭാവികം. കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കും, പയർ അരിഞ്ഞുകൊണ്ടിരിക്കും, കോളിംഗ് ബെൽ ടിങ് ടിങ്
കത്തിയായിട്ടിരിക്കും. പള്ളിക്കാർ രാവിലെ പോയതാ, കാട്ടുപുതുശ്ശേരി ഉസ്താദ് സെക്രട്ടറി എല്ലാം കൂടെ പിരിവിന് പോയതാ. രാവിലെ ഇക്ക അവിടെ കാണുമല്ലോ ഓർത്ത് കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന ക്ലിങ്ങും അടിച്ചു. വെണ്ടയ്ക്ക് അതായിട്ട് കത്തി കയ്യിരിപ്പുണ്ട്. നേരെ വന്ന് എന്താ വേണ്ട കത്തിയിരിക്കുന്നു, ഇപ്പോൾ ഒന്ന് ചോദിക്കേണ്ട പോയേക്കാം, അള്ളാ പിരിവൊന്നും വേണ്ട, അള്ളാ അറിയില്ല. അവർ അടുക്കളയിൽ തൂത്തോണ്ടിരിക്കുകയാണ്. അടുക്കളയുടെ പരസ്യത്ത് രാവിലെ പെണ്ണുങ്ങൾ വെളിയിൽ ഇങ്ങനെ ആദ്യം പോകണം തൂപ്പ്. രാവിലെ ഉസ്താദും സെക്രട്ടറിയും പ്രസിഡന്റും പോവാ പിരിവിന്. ബെല്ലടിച്ചു. കാക്ക നല്ല ഉറക്കം. ആൾ എഴുന്നേക്കൂല, ആൾ 9:15 എഴുന്നേക്കണമെങ്കിൽ. സോളാർ വർക്ക് ചെയ്യണം, സോളാർ. അപ്പോഴേ എഴുന്നേക്കുള്ളൂ കാക്ക. അപ്പോൾ താത്ത നേരത്തെ എഴുന്നേക്കും. താത്ത അവിടെ തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബെല്ലടിച്ചു. താത്ത ചൂല് താഴെ ഇടാൻ മറന്നു. ചൂലോടുകൂടി പുറത്തേക്ക് വരും ഫ്രണ്ടിലേക്ക്. ആപ്പിൽ അങ്ങത്തെ എടുത്ത് താത്തായ ചൂലോടുകൂടി വന്ന് ദായുസ്ത പിരിവ് ചോദിക്കണ്ട, നമുക്ക് പോയേക്കാൻ, ചൂലുമായിട്ടാണ് വന്നേക്കുന്നത്, വേണ്ട. ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. സ്വാഭാവികമാണ്.